മുസ്ലിം ലീഗ് ദേശീയ പാർട്ടി ആകുന്നു എന്നൊരു ചോദ്യം വരികയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നൊരു വാർത്ത വായിക്കുകയായിരുന്നു. മാതൃഭൂമി.comലാണ് വന്നിരിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടിയുമായിട്ടുള്ള ഒരു അഭിമുഖമാണ്. അതിനകത്ത് പറയുന്നു, ഡൽഹിയിൽ മുസ്ലിം ലീഗിന് ഓഫീസ് തുടങ്ങാൻ പോകുന്നു. സ്വാതന്ത്ര്യലബ്ധിയോടനുബന്ധിച്ച് അതേ കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. എന്തുകൊണ്ടാണ് മാഷെ ഇത്രയും വൈകിയത് അതിന് ഡൽഹിയിലൊരു ഓഫീസ് തുടങ്ങാനായിട്ട്? അത് തീർച്ചയായിട്ടും ഞാനും ഇപ്പോഴാണ് ഓർമ്മിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ അത് ഒരു ഉത്തരം പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എത്രയോ കാലമായിട്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ അവരുടെ സാന്നിധ്യമുണ്ട്. 1948 മാർച്ച് 10 ഈ ഇന്നത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാകുന്നത്. അത് മദ്രാശിയിലെ അന്നത്തെ രാജാജി ഹാൾ, ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു ആ ഹാള്, അവിടെയാണ് അത് രൂപീകരിച്ചത്. പക്ഷെ അന്നു മുതൽ മദ്രാസിലാണ് ഉണ്ടായതെങ്കിലും മലബാർ കേന്ദ്രീകരിച്ചാണ് കാര്യമായി പ്രവർത്തിച്ചതെങ്കിലും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള നാളുകളിൽ അത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വ്യാപിച്ചിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് മഹാരാഷ്ട്ര, ഇന്നത്തെ മഹാരാഷ്ട്രയിലാണ് മുസ്ലിം ലീഗിൻ്റെ ദീർഘകാല അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്ന GM ബനാത്തുവാല ഉണ്ടായിരുന്നത്. അദ്ദേഹം പാർലമെൻറ്റിലേക്ക് ജയിക്കാൻ ഈ ദേശാടന പക്ഷി എന്നൊക്കെ ആളുകൾ വിളിച്ച് ആക്ഷേപിച്ചിരുന്നത് കേരളത്തിൽ നിന്ന് ജയിച്ചതുകൊണ്ടാണ്. കേരളത്തിൽ നിന്നാണ് ജയിച്ചതെങ്കിലും പാർലമെൻ്ററി പെർഫോമൻസിൽ എല്ലാവരെയും അതിജയിച്ച ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ടാണ് രാജീവ് ഗാന്ധി ഈ ഷാബാനു ബീഗം കേസിന് ശേഷം വന്ന ബില്ലുണ്ടല്ലോ, ഇപ്പോഴത്തെ മുസ്ലിം പേഴ്സണൽ നിയമത്തിലെ ഈ വിവാഹമോചന നിയമത്തിൽ കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ജീവനാംശം തുടങ്ങിയ വിധിയുണ്ടല്ലോ, ആ വിധിക്ക് ശേഷം ഇന്ത്യൻ പാർലമെൻറ്റിൽ നിയമം കൊണ്ടുവരാൻ, ആ ബില്ല് അവതരിപ്പിക്കാൻ, സത്യത്തിൽ ഭരണകക്ഷിയൊന്നും അല്ലല്ലോ ലീഗ് ഒരു കാലത്തും ഭരണകക്ഷിയല്ലല്ലോ, പക്ഷേ ബനാത്തുവാലയാണ് ചുമതലപ്പെടുത്തിയത് ആ ബില്ല്. അതുകൊണ്ട് ബനാത്തുവാലയുടെ പാർലമെൻ്ററി പെർഫോമൻസ് പലപ്പോഴും മികച്ചു നിന്നതാണ്. ഇന്ത്യയിലെ മറ്റു മതേതര അല്ലെങ്കിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെക്കാൾ മികച്ചു നിന്നതാണ്. അപ്പോഴും പാർലമെൻറ്റിൽ 1-2 പേരേ ഉണ്ടായിരുന്നുള്ളൂ, ഇബ്രാഹിം സുലൈമാൻ സേട്ട്, ബനാത്തുവാല. അതിനു മുമ്പ് പാർലമെൻറ്റിൽ അക്കാലം തൊട്ട് തന്നെ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ ഉൾപ്പെടെയുള്ള കാലങ്ങളിൽ തന്നെ ലീഗുണ്ട്. അന്ന് ആദ്യത്തെ സ്ഥാപക നേതാവ് തമിഴ്നാട്ടിൽ നിന്ന് ജയിച്ചു വന്ന ഇസ്മായിൽ സാഹിബായിരുന്നു. കായിദേ മില്ലത്ത് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുക, സമുദായത്തിൻ്റെ ആദരണീയനായ നേതാവ് എന്നുള്ള അർത്ഥത്തിൽ. കായിദേ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, അദ്ദേഹമാണ് തമിഴ്നാട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ അവിടെ ഒരു ജില്ലയുണ്ട്. എല്ലാ വിഭാഗം മനുഷ്യർക്കും വലിയ ഇഷ്ടമായിരുന്നു. കരുണാനിധിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു. അണ്ണാദുരൈയുടെ വളരെ അടുത്ത ആളായിരുന്നു. അപ്പോൾ അദ്ദേഹം മദ്രാസിൽ, അദ്ദേഹത്തിൻ്റെ നാടായതുകൊണ്ടായിരിക്കും അവർക്ക് അന്ന് ഒരു ലീഗ് ഉണ്ടാക്കാൻ എളുപ്പം അവിടെ ആയതുകൊണ്ടാണ് തുടങ്ങിയത്. ഈ ചരിത്രപരമായ ഒരു തർക്കമുള്ളത് ഇവരെന്നാണ് ഉണ്ടായത്. മുസ്ലിം ലീഗ് 1948 മാർച്ച് 10 മദ്രാസിൽ രൂപീകരിച്ച ലീഗാണോ യഥാർത്ഥ ലീഗ്? അത് ലീഗിനകത്ത് തന്നെ തർക്കമുണ്ട്. വളരെ പ്രകടമായ രണ്ട് വിഭാഗം അഭിപ്രായ വ്യത്യാസം അതിലുണ്ട്. യഥാർത്ഥത്തിൽ അവരുടെ പാരമ്പര്യത്തെ അവർ തള്ളിപ്പറയുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ രണ്ടാമത്തേതാണ്. ഒന്ന് കോൺഗ്രസ്സാണ്, 1885 കോൺഗ്രസ്. അത് കഴിഞ്ഞിട്ടുണ്ടായ രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗാണ്. 1906 ഡിസംബർ 30 മറ്റോ ഇന്നത്തെ ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ഢാക്കയിലെ അന്നത്തെ മഹാരാജാവ് നവാബ് സലീമുല്ലാ ഖാൻ്റെ കൊട്ടാരത്തിലാണ് ലീഗുണ്ടായത്. അതാണ് ആദ്യത്തെ മുസ്ലിം ലീഗ്. അതിന് സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് ആയിരുന്നു പേര്, ആൾ ഇന്ത്യ മുസ്ലിം ലീഗ്, AIML. ആ ലീഗാണ് യഥാർത്ഥ ലീഗ്. അതാണ് ആദ്യം ഉണ്ടായ ലീഗ്. അത് അത്രയും പഴക്കമുള്ള ലീഗാണ്. നമ്മൾ സാധാരണഗതിയിൽ ഒരു പാർട്ടിയുടെ പാരമ്പര്യം പറയുമ്പോൾ തഴക്കവും പഴക്കവും അല്ലേ പറയുക, അത്രയും കാലം പഴക്കമുണ്ടെന്നല്ലേ പറയുക. പക്ഷേ പിന്നീട് അവർക്കതൊരു ദുഷ്പേരായി മാറി. ആ ലീഗിൻ്റെ തുടർച്ചയാണ് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. പാകിസ്ഥാൻ വാദം ഏറ്റെടുക്കണം, വിഭജനവാദം ഏറ്റെടുക്കണം, ഡയറക്റ്റ് ആക്ഷൻ ഏറ്റെടുക്കണം, കൂട്ടക്കൊലകൾ ഏറ്റെടുക്കണം. അപ്പോൾ അത് പിന്നീട് പറയാൻ പറ്റാത്തൊരു പേരായി. അതുകൊണ്ട് പാകിസ്ഥാന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ നടന്ന പ്രചാരണങ്ങളിൽ മലബാറും പങ്കുവഹിച്ചിട്ടുണ്ട്. പാകിസ്ഥാന് വേണ്ടി സിന്ദാബാദ് വിളിച്ച ഒരു കാലമുണ്ട്. മാത്രമല്ല മലബാറിൽ മുസ്ലിം ലീഗിന് ഒരു കമ്മിറ്റി ഉണ്ടാകുന്നു. മലബാർ ജില്ലാ കമ്മിറ്റി മദ്രാസ് ഭാഗമായിരുന്നല്ലോ. അന്ന് മലബാർ ജില്ലാ കമ്മിറ്റി ആദ്യമായിട്ട് കേരളത്തിൽ മുസ്ലിം ലീഗ് ഉണ്ടാകുന്നത് മലബാറിലാണ്. കേരളത്തിൽ 1937 മലബാർ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി ഉണ്ടായി. ആ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സത്താർ സേട്ടായിരുന്നു. സത്താർ സേട്ട്. ഈ സത്താർ സേട്ട് 37 മുസ്ലിം ലീഗ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രസിഡൻ്റായിരുന്ന സത്താർ സേട്ട്. ആദ്യത്തെ പ്രസിഡന്റ്, എനിക്ക് തോന്നുന്നത് ആദ്യത്തെ പ്രസിഡന്റ് അല്ല സത്താർ സേട്ട്. ആദ്യത്തെ പ്രസിഡന്റ് അറക്കൽ രാജാവായിരുന്നു. അറക്കൽ സുൽത്താൻ അബ്ദുറഹിമാൻ ആലി രാജ ആയിരുന്നു പ്രസിഡന്റ്.
അത് കഴിഞ്ഞ് പിന്നെ വന്ന പ്രസിഡൻ്റാണ് സത്താർ സേട്ട്. 47 കാലത്ത് സത്താർ സേട്ടാണ് പ്രസിഡൻറ്റ്. സത്താർ സേട്ട് ഇന്ത്യ വിഭജനത്തിൽ പാകിസ്ഥാൻ ഉണ്ടായപ്പോൾ വണ്ടി കയറി അങ്ങോട്ട് പോയി. അപ്പോൾ മുസ്ലിം ലീഗ് അനാഥമായി, വലിയ ദുഷ്പേരുമായി. ബാക്കി മുസ്ലിം ലീഗുകാർക്ക് ഇവിടെ നിൽക്കുകയും വേണം, എന്നാൽ പ്രസിഡന്റ് അങ്ങോട്ട് പോവുകയും ചെയ്തു. പാകിസ്ഥാൻ സിന്ദാബാദ് ഇന്നലെ വരെ വിളിച്ചതുമാണ്. വലിയ സംഘർഷത്തിലായിരുന്നു ലീഗ്. അതിനെ മറികടക്കാനാണ് പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം, ഇന്ത്യക്കും പാകിസ്ഥാനും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരു യോഗം നടന്നു. ആ യോഗത്തിൽ പ്രധാനപ്പെട്ട തർക്കം, പ്രധാനപ്പെട്ട ചർച്ച നടന്നത് മുസ്ലിം ലീഗിന് എന്ത് ചെയ്യണം. പാകിസ്ഥാൻ ഉണ്ടായി, മുഹമ്മദ് അലി ജിന്നയും കൂട്ടരും അവിടെ പോയി. മുഹമ്മദ് അലി ജിന്ന അവിടുത്തെ രാഷ്ട്രപിതാവായി. ലിയാഖത്ത് അലി ഖാൻ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്നു ഓർക്കുക. ലിയാഖത്ത് അലി ഖാൻ അവിടുത്തെ പ്രധാനമന്ത്രിയായി. ഒരു പുതിയ രാജ്യം ഉണ്ടായല്ലോ. ഇനി മൊത്തം ഇന്ത്യയിൽ, അവിഭക്ത ഇന്ത്യയിലുണ്ടായിരുന്ന ലീഗിനെ എന്ത് ചെയ്യണം. അപ്പോൾ ഒരു രണ്ട് കൂട്ടർ തമ്മിൽ വലിയ തർക്കം നടന്നു. ലീഗിന് വേണ്ട, അതിൻ്റെ ലക്ഷ്യം നേടിപ്പോയില്ലേ, ഇനി ഞങ്ങൾക്ക് ആ പേര് പോലും കേൾക്കേണ്ടെന്നൊരു കൂട്ടർ വാദിച്ചു, ഇന്ത്യക്കാർ. അപ്പോൾ അതല്ല, അവശിഷ്ട ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അതേ ലീഗ് ഇനിയും വേണം എന്ന് തീരുമാനിച്ചു. അതിൽ ഭൂരിപക്ഷ പ്രകാരം തീരുമാനിച്ചു. അങ്ങനെയാണ് ആ തീരുമാനത്തിൽ രണ്ട് കാര്യം തീരുമാനിച്ചു. ഇന്ത്യയിലെ മുസ്ലിം ലീഗുകാർ, ഇന്ത്യക്കകത്ത് ബാക്കി വന്ന മുസ്ലിം ലീഗുകാർ യോഗം ചേർന്നിട്ട് ഇവിടെ ഒരു ലീഗ് ഉണ്ടാക്കുക, അവിടെ പാകിസ്ഥാൻ ലീഗ് ഉണ്ടാക്കുക. അപ്പോൾ എന്താ ഉണ്ടായത്? ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന് പകരം പാകിസ്ഥാൻ മുസ്ലിം ലീഗ് ഉണ്ടായി. അവിടെ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് അവിടെ ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലൊരു മുസ്ലിം ലീഗ് ഉണ്ടാവുമല്ലോ. ആ ലീഗിന് ആൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് പേരിട്ടാൽ പഴയ പാപഭാരം മുഴുവൻ പേരേണ്ടി വരും. അപ്പോൾ ഇന്ത്യയുടെ പുതിയ പേര് ഇന്ത്യൻ യൂണിയൻ റിപ്പബ്ലിക് എന്നാണല്ലോ. അതെ അതെ. അപ്പോൾ ഇവിടുത്തെ മുസ്ലിം ലീഗിന് പേര് മാറ്റി IUML, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാക്കി. ആ മുസ്ലിം ലീഗിൻ്റെ ആദ്യത്തെ യോഗമാണ് 48 മാർച്ച് 10 മദ്രാസിൽ ചേർന്നത്. എങ്ങനെ ഈ പാണക്കാട് കുടുംബത്തിൻ്റെ തലപ്പത്തേക്ക് വന്നത്? അത് പിൽക്കാലത്ത് വന്നതാണ്. പിൽക്കാലത്തുണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ സത്താർ സേട്ട് പോയല്ലോ, അത് വലിയ അനാഥത്വം ഉണ്ടാക്കി. ഒരു പാർട്ടിയെ നയിച്ചുകൊണ്ടിരുന്ന നേതാവ്, ആദരണീയനായൊരു നേതാവ്, വിഭജനക്കാലത്ത് പാകിസ്ഥാനിലേക്ക് പോയി. എന്നാൽ പാകിസ്ഥാനെ തള്ളിപ്പറയാൻ ലീഗിന് പറ്റൂല. എന്നാൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ സത്യത്തിൽ കുറെ കൂടി റിയലിസ്റ്റിക് ആയ സമീപനം എടുക്കണമായിരുന്നു സൗത്ത് ഇന്ത്യക്കാർ. ഇവിടുന്ന് ഒരാൾക്ക് പോലും പാകിസ്ഥാനിലേക്ക് പോകാൻ പറ്റുമോ? ഞങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറും വടക്ക് കിഴക്കുമുള്ള അതിർത്തി സംസ്ഥാനങ്ങൾ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായി തീരുന്നു. അതിന് ഞങ്ങൾ എതിരല്ല, അത് കൊടുക്കേണ്ടതാണെന്ന് വാദിക്കാം. അതിന് പകരം ഇന്ത്യ ഒട്ടാകെ ഞാൻ മുസ്ലിം, എൻ്റെ അയൽപക്കത്തെ പ്രിയൻ ഹിന്ദുവുമാണെങ്കിൽ ഞാനും നീയും രണ്ട് രാഷ്ട്രമാണെന്ന് വാദിച്ചാണ് തെറ്റ്. പ്രാദേശികമായി അവിടെ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യം ഉണ്ടായിക്കോട്ടെ, അതിന് ഞങ്ങൾ അനുകൂലമാണെന്ന് പറയാം. മലപ്പുറത്തുകാർക്ക് ഒരുപാട് പേർക്ക് ഈ പാകിസ്ഥാൻ സിറ്റിസൺഷിപ്പ് കൊടുത്ത് അങ്ങോട്ട് പറഞ്ഞു വിട്ട ചരിത്രമൊക്കെ ഉണ്ട്, വലിയ തോതിലുണ്ട്. അത് ഇപ്പോഴും നേരിടുന്നവരുണ്ട് ആ പ്രതിസന്ധി. എന്താ കാരണം എന്ന് വെച്ചാൽ, അന്ന് പാകിസ്ഥാനിലേക്ക് പോയിട്ട് വിഭജനക്കാലത്ത് കറാച്ചി പാകിസ്ഥാനിൽ ആണല്ലോ. കറാച്ചി വലിയ വ്യാപാര കേന്ദ്രമാണ്. ഒരുപാട് മലബാറുകാർ കറാച്ചിയിൽ പോയി കച്ചവടം ചെയ്യുന്നു. ഇപ്പോഴും ഉണ്ട് മലബാർ സ്ട്രീറ്റും മലബാർ സമാജവും ഒക്കെ അവിടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അത് വലിയ സംഘർഷമാണ്, വലിയ പ്രശ്നം ഉണ്ടാക്കി. ഇപ്പോഴും അവിടെ പൗരത്വം പാതി, ഇവിടെ പൗരത്വം കിട്ടിയിട്ടില്ല, അങ്ങനെയുള്ളവരുണ്ട് ഒരുപാട്. ഓപ്പറേഷൻ സിന്ധുവിൻ്റെ പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്കും രാജ്യം വിടണം, പാകിസ്ഥാനി ആയിട്ടുള്ള ഇന്ത്യക്കാർ രാജ്യം വിടണമെന്ന് പറഞ്ഞപ്പോൾ മലയാളികളായിട്ടുള്ള ആൾക്കാരുണ്ട്, പഴയ പാകിസ്ഥാന്റെ സിറ്റിസൺഷിപ്പ് ഉള്ളവർ, അവർ തിരിച്ചു പോകേണ്ടി വരുമെന്ന രീതിയിലേക്ക് വന്നു. വലിയ ഭീതി വന്നിരുന്നു. അതൊക്കെ ഈ വിഭജനത്തിന് തുടർച്ചയാണ്. അതുകൊണ്ട് അപ്പോൾ ഈ സത്താർ സേട്ട് പാകിസ്ഥാനിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ആര് എന്ന ചോദ്യം വന്നു. അപ്പോൾ എല്ലാവർക്കും എല്ലാ സമുദായങ്ങൾക്കും സ്വീകാര്യരായ ആത്മീയ നേതാക്കന്മാരുടെ നേരെ പ്രതീക്ഷയോടെ ആളുകൾ കണ്ടു. അങ്ങനെയാണ് അന്ന് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ എന്ന് പറയുന്നൊരു വലിയ തങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, കോഴിക്കോട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ പ്രസിഡൻ്റാക്കി. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടാണ് ഇവിടെ മലപ്പുറത്തുള്ള പാണക്കാട് സയ്യിദ് പൂക്കോയ തങ്ങൾ, ഈ ഇപ്പോഴത്തെ തങ്ങന്മാരുടെ പിതാവ് സയ്യിദ് പൂക്കോയ തങ്ങൾ പ്രസിഡൻ്റായി. പൂക്കോയ തങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രനാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹം പ്രസിഡൻ്റായി. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന് അനിയനായിരുന്ന ഹൈദർ അലി ശിഹാബ് തങ്ങൾ പ്രസിഡൻ്റായി. ഹൈദർ അലി ശിഹാബ് തങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് അനിയനായ സാദിഖ് അലി തങ്ങൾ പ്രസിഡൻ്റായി. അതാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ. അപ്പോൾ എന്തായാലും അതൊക്കെ പിന്നെ വന്നതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇതാണ്, ഈ ലീഗ് പക്ഷേ അന്ന് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പ്രതിസന്ധികളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നേരിട്ട് വന്നെങ്കിലും ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിൽ അവരുണ്ടായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ പാർലമെൻറ്റ് തൊട്ട് എല്ലാ പാർലമെൻറ്റിലും ലീഗിന് പ്രതിനിധികളുണ്ടായിരുന്നു. മാത്രമല്ല എല്ലാ സ്റ്റേറ്റിലും, ഞാൻ നേരത്തെ പറഞ്ഞ ബനാത്തുവാല മഹാരാഷ്ട്രയിൽ നിന്ന് ആദ്യം അവിടുത്തെ മഹാരാഷ്ട്ര മേയറല്ല എന്താ പറയുക, കോർപ്പറേഷൻ കൗൺസിലറായിരുന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ MLA ആയിരുന്നു. പിന്നെ അവിടെ ബഷീർ പട്ടേൽ എന്ന് പറയുന്നൊരു MLA ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ഇവിടെ വന്ന് MP യുമായിരുന്നു. അതൊന്ന്. പശ്ചിമ ബംഗാളിൽ
ഹസനുസമാൻ എന്ന് പറയുന്ന മന്ത്രി ഉണ്ടായിരുന്നു പശ്ചിമ ബംഗാളിൽ, വ്യവസായ മന്ത്രിയെ വകുപ്പ് വരെ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഇരുന്നായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്ന മുസ്ലിം ലീഗിന് ഒരു MLA പോലും ഇല്ല അവിടെ, ഇല്ല. മഹാരാഷ്ട്രയിലില്ല. കമറുൽ ഇസ്ലാം, എൻ്റെ ഒരു ഓർമ്മ കമറുൽ ഇസ്ലാം എന്നാണെന്ന് തോന്നുന്നു, കർണാടകയിൽ MLA ഉണ്ടായിരുന്നു, കർണാടകയിലുണ്ടായിരുന്നു. അങ്ങനെ പലയിടത്തും വ്യാപകമായിട്ടില്ലെങ്കിലും തമിഴ്നാട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. തമിഴ്നാട്ടിൽ ഇപ്പോൾ ഉണ്ട് പേരിന്, തമിഴ്നാട്ടിൽ നിന്നാണല്ലോ. അപ്പോൾ തമിഴ്നാട്ടിൽ ഈ കായിദെ മില്ലത്തിൻ്റെ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ പിന്മുറക്കാരായിട്ട് തമിഴ്നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളപ്പോഴും ചോദ്യം ഇതാണ്, നമ്മളിപ്പോൾ കുഞ്ഞാലിക്കുട്ടിയോട് മാതൃഭൂമി ചോദിച്ചൊരു ചോദ്യം, നമ്മൾ ചോദിക്കാതെ വിട്ട ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതാണ്. അത് ചോദിച്ച ന്യായമാണല്ലോ. ഈ സ്വാതന്ത്ര്യം കിട്ടി 78 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഡൽഹിയിൽ മുസ്ലിം ലീഗിൻ്റെ ആസ്ഥാനം വേണം തോന്നിയത്. നമ്മൾ ഓർക്കേണ്ട കാര്യം, മുസ്ലിം ലീഗിന് എല്ലാ കാലത്തും പാർലമെൻറ്റിൽ MP-മാരുണ്ട്, രാജ്യസഭയിലുണ്ട്, ലോക്സഭയിലുണ്ട്. മാത്രമല്ല ചരിത്രത്തിൻ്റെ നിർണായകമായ ഒരു ഘട്ടത്തിൽ കേന്ദ്രമന്ത്രിയായിരുന്നു E. അഹമ്മദ്, മുസ്ലിം ലീഗിൻ്റെ ദേശീയ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. അന്നൊന്നും ഡൽഹിയിൽ ഒരു ആസ്ഥാനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അവർ ഡൽഹിയിൽ ആസ്ഥാനം ഉണ്ടാക്കുന്നു, സന്തോഷം. മുസ്ലിം ലീഗിനെ പോലെ ഒരു പാർട്ടിക്ക് ദേശീയ തലത്തിൽ ആസ്ഥാനം ഉണ്ടാകുന്നു. പക്ഷേ സങ്കടകരമായൊരു കാര്യം, ദേശീയ തലത്തിൽ ആ പാർട്ടി മഷിയിട്ടാൽ പോലും കാണാനില്ലാത്ത കാലത്താണ് അവിടെ അഖിലേന്ത്യാ ആസ്ഥാനം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എന്ത് എന്ന ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനിയൊരു ആസ്ഥാനം ഉണ്ടായിക്കഴിഞ്ഞിട്ട് ഇല്ലാതെ ആയിക്കഴിഞ്ഞ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് മുസ്ലിം ലീഗിനെ വളർത്തിയെടുക്കാൻ കഴിയുമോ എന്ന ചോദ്യം, അത് വലിയ വെല്ലുവിളിയാണ്. പാർട്ടി ആഫീസ് ഉണ്ടാക്കാൻ പറ്റും, അതിന് കുറച്ച് കാശുണ്ടാക്കിയാൽ മതി. അത് മുസ്ലിം ലീഗിൻ്റെ പാവപ്പെട്ട അണികൾ ധാരാളമായിട്ട് കാശ് കൊടുക്കുകയും ചെയ്യും. പിന്നെ ഭരണം ഉള്ളതുകൊണ്ട് MLA-മാരും MP-മാരും ഒക്കെ ആയിട്ട് പണം പിരിക്കാൻ ബുദ്ധിമുട്ടില്ല. ഈ പറയുന്ന ഇന്ത്യ മുന്നണിയിൽ ഇല്ല എന്നുള്ള അതൊരു വലിയ പ്രതിസന്ധിയാണ് കേട്ടോ, പ്രധാനപ്പെട്ട ചോദ്യമാണത്. ഈ ഒരു മതേതര പാർട്ടി എന്ന മേൽവിലാസത്തോടു കൂടി എത്രയോ കാലമായി അവർ കേരളത്തിലുണ്ട്. കേരളത്തിൽ 2 മുന്നണിയുടെയും ഭാഗമാണ്. 57 അവർ ഒറ്റക്ക് മുസ്ലിം ലീഗും PSPയും ചേർന്നാണ്. കേരളത്തെ ചരിത്രത്തിൽ ആദ്യമായി മുന്നണി ഉണ്ടാക്കുന്ന ലീഗും PSPയും ചേർന്നിട്ടാണ്. ലീഗ് PS 57 അവർ ചേർന്നാണ്. പട്ടംതാണ് പിള്ളയുടെ പാർട്ടിയും ലീഗിൻ്റെ പണക്കാട് പാർട്ടിയും തമ്മിൽ, ലീഗ് മീൻസ് CH മുഹമ്മദ് കോയയുടെ പാർട്ടി. അത് കഴിഞ്ഞിട്ട് അവർ 2 മുന്നണി, ലീഗ് കോൺഗ്രസ് മുന്നണിയിൽ കൂട്ടിയെങ്കിലും മന്ത്രിയാക്കിയില്ല, എന്നിട്ട് രാജിവെപ്പിച്ച് സ്പീക്കറാക്കി. അങ്ങനെയൊക്കെയുള്ള പരമ്പരയുണ്ട്. പക്ഷേ പിന്നീട് മുന്നണിയിൽ തന്നെ വന്നല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആദ്യം കൂട്ടുന്നത്. 67 EMSൻ്റെ മന്ത്രിസഭയിൽ അവർ മന്ത്രിമാർ തന്നെയായി. പിന്നീട് മാറി വന്ന എല്ലാ മുന്നണിയിലും അവരുണ്ടായിരുന്നു. നായനാരുടെ മീൻസ് എല്ലാവരും അഖിലേന്ത്യാ ലീഗ് എന്ത് പേരിട്ടായാലും ലീഗ് ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ഇത്രയും കാലമായിട്ടും പതുക്കെ അഖിലേന്ത്യാ തലത്തിൽ നിന്ന് മുസ്ലിം ലീഗ് ചുരുങ്ങി കേരളത്തിലേക്കും ചുരുങ്ങുകയാണ്. മലബാറിന് പുറത്ത് പൊസിഷനിലേക്കൊക്കെ AIMIM പോലുള്ള പാർട്ടികൾ, അതുപോലുള്ള സത്യത്തിലുള്ളൊരു സങ്കടം അതാണ്. മുസ്ലിം ലീഗ് താരതമ്യേന മതേതര സ്വഭാവമുള്ളൊരു പാർട്ടിയാണ്. സമുദായക്ഷേമമാണ് അവരുടെ അജണ്ട. അതല്ലാതെ തീവ്രവാദ പ്രവർത്തനവും വർഗീയതയും ഭീകരവാദ പ്രവർത്തനമൊന്നും അവരുടെ അജണ്ടയല്ല. അതുകൊണ്ട് അതിന് പകരം അവരില്ലാത്തടത്തൊക്കെ ഉണ്ടാകുന്നത് ഈ ഉവൈസിമാരാണ്, അല്ലെങ്കിൽ ജീലാനിമാരാണ്, അല്ലെങ്കിൽ ഈ SDPI പോലുള്ള ഭീകരവാദികളാണ്. അത് സത്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു പരാജയം കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രസക്തമായൊരു ചോദ്യം ഇതാണ്, കേന്ദ്ര കമ്മിറ്റി ആഫീസ് ഉണ്ടായി വന്നാലെങ്കിലും ദേശീയ തലത്തിൽ ആഫീസ് ഉണ്ടാക്കാൻ പറ്റും, പാർട്ടി ഉണ്ടാക്കാൻ കഴിയുമോ? അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സന്തോഷം, അങ്ങനെ ഉണ്ടായാൽ നല്ലതാണ്. ഇന്ത്യ ഒട്ടാകെ മുസ്ലിം ലീഗിൻ്റെ ഒരു മതേതര സ്വഭാവത്തിൽ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയായി മുസ്ലിം ലീഗിന് പഴയ പ്രതാപത്തോടെ ഇന്ത്യ മുഴുവൻ വളർത്തിയെടുക്കാൻ ഇവർക്ക് സാധിക്കുമെങ്കിൽ നല്ലതാണ്. അതുകൊണ്ട് പുതിയ പാർട്ടി ആഫീസിന് നമുക്ക് ആശംസകൾ നേരാം. പുതിയ മുസ്ലിം ലീഗ് ദേശവ്യാപകമായി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കുകയും ചെയ്യാം. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.